നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പറയുന്നത് വിശാഖം നക്ഷത്രജാതരുടെ 2023-2024 കാലഘട്ടത്തിലെ വിഷുഫലമാണ്. ഈ നക്ഷത്രജാതരുടെ ദേവത ഇന്ദ്രാഗ്നികളാണ്. ഈശ്വരഭക്തിയും നീതിബോധവും ഉള്ളവരായിരിക്കും ഇവർ. നിശ്ചിത ലക്ഷ്യത്തിലെത്തുവാൻ കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരിക്കും. ധനവും പ്രശസ്തിയുമൊക്കെ ആർജിക്കുന്നവരാണ്. ഇവർ പുരോഗമന ചിന്താഗതിക്ക് എതിരല്ല. സന്താനങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഇവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടായിരിക്കും. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ പൊതുവെ ബന്ധുക്കളോട് പ്രിയമുള്ളവരും നല്ല ഭർത്താക്കന്മാരോട് കൂടിയവരുമായിരിക്കും. തീർത്ഥസ്നാനങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. വീടിൻ്റെ അഭിമാനം നിലനിർത്തുന്നവരാണിവർ. സന്താന സൗഭാഗ്യവതികളായിരിക്കും. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ വിശാഖം നക്ഷത്രജാതർക്ക് ഔദ്യോഗിക രംഗത്ത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ്. പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്നതുമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും ശാന്തിയും സമാധാനപരവുമായ ഒരു അന്തരീക്ഷമായിരിക്കും. വ്യാപാര വ്യവസായ മേഖലയിലുള്ളവർക്ക് പാർട്ട്ണർമാരുടെ അധ്വാനമനുസരിച്ച് പുരോഗതി ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രജാതരുടെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. പത്രക്കാർക്കും എഴുത്തുകാർക്കും അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ദൈവാധീനമുള്ളതുകൊണ്ട് അപകടങ്ങളിൽ നിന്നെല്ലാം ഇവർ അത്ഭുതകരമാം വിധം രക്ഷപ്പെടുന്നതുമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ സഹകരണം ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കിഷ്ടപ്പെട്ട ജോലി നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. ശുക്രൻ ധനഭാവത്തിൽ നല്ല സ്ഥിതിയിലായതിനാൽ സാമ്പത്തിക ഉയർച്ചയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കർമാധിപതിയായ വ്യാഴം തൊഴിൽ മേഖലയിലും കാർഷിക മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. ഭൂമി, വാഹനം തുടങ്ങിയ ഇടപാടുകളിൽ ഇവർക്ക് ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ഈ മാസങ്ങളിൽ ചില സൗഭാഗ്യങ്ങളൊക്കെ ഇവരെ തേടിയെത്തുന്നതാണ്. ഈ നക്ഷത്രജാതർ വ്യാഴാഴ്ച ദിവസവും വിശാഖം നാളും ചേർന്ന് വരുന്ന ദിവസം ലക്ഷ്മി പൂജ നടത്തേണ്ടതാണ്. അതുപോലെ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവഭഗവാന് പിൻവിളക്ക് തെളിയിക്കുകയും വേണം. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ ജോലിയിലെ മാറ്റങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുന്നതാണ്. വരുമാനം വർദ്ധിക്കുകയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതുമാണ്. പൂർവിക സ്വത്തുക്കളിൽ നിന്ന് ഇവർക്ക് ലാഭവും ഉണ്ടാകുന്നതാണ്. ഗൃഹാന്തരീക്ഷത്തിൽ വളരെ സന്തോഷപ്രദങ്ങളായ അവസരങ്ങളൊക്കെ ഉണ്ടാകും. മനസ്സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ദിനങ്ങളായിരിക്കും ഇവർക്ക്. കുടുംബസമേതം വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ രേഖകളൊക്കെ ലഭിക്കുകയും അത് സാധ്യമാകുന്നതുമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിലധികം അവസരങ്ങൾ ഒന്നിച്ചു വരാം. മക്കളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് നേട്ടങ്ങൾ കൈവരുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് സാധ്യമാകുന്നതുമാണ്. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ ശമനം വരുന്ന സമയം കൂടിയാണ്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനവും ഉണ്ടാകുന്നതാണ്. വളരെ നിർണായകങ്ങളായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനും ഭാഗപത്രങ്ങൾ, കരാറുകൾ, ബോണ്ടുകൾ എന്നിവയൊക്കെ ഒപ്പിടുന്നതിനും വിവാദ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ഇവർക്ക് സാധ്യമാകുന്നതാണ്. ബിസിനസ്സുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകുന്നതാണ്. ഈ പുതുവർഷത്തിൽ ഈ മാസങ്ങളിൽ ഇവർക്ക് മനസന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ദിനങ്ങളായിരിക്കും. ഇവർ ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന ജോലികൾക്ക് ഫലം കാണും. വിവാഹാലോചന നടക്കുന്നവർക്ക് ശുഭഫലമുണ്ടാകും. ഈ നക്ഷത്രജാതർ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ശാസ്താക്ഷേത്രത്തിൽ നീല ശംഖുപുഷ്പമാല ചാർത്തേണ്ടതാണ്. ശിവഭഗവാന് കരിക്കുകൊണ്ട് ധാര നടത്തേണ്ടതുമാണ്. തുലാം, വൃശ്ചികം, ധനു മാസങ്ങൾ ഭാഗ്യസ്ഥാനാധിപനായ ശുക്രൻ ധനസ്ഥാനത്ത് നിൽക്കുന്നതാകയാൽ അനുകൂലമായ കാലഘട്ടമാണ്. കർമ്മമേഖലയിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാകാവുന്നതുമാണ്. ഉദ്യോഗസ്ഥർക്ക്, വ്യാപാര മേഖലയിലുള്ളവർക്ക്, കാർഷിക മേഖലയിലുള്ളവർക്കൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. വിജയം പ്രതീക്ഷിക്കാവുന്നതുമാണ്.
വിദ്യാർത്ഥികൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കാര്യവിജയം, ധനലാഭം, കർമ്മപുരോഗതി എന്നീ നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം. ഭാഗ്യം കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശമനം വരുന്ന സമയം കൂടിയാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബസമേതം തീർത്ഥയാത്രകൾക്കൊക്കെ പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. അതുപോലെ ഇഷ്ട ആരാധനാലയ സന്ദർശനവും നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല. വിദ്യാതടസ്സമൊക്കെ ഉണ്ടാകാം. കർമ്മരംഗത്തുള്ളവർക്ക് ശോഭിക്കുവാൻ പറ്റിയ സമയം കൂടിയാണ്. വൈദ്യം, ശാസ്ത്രം, നിയമം എന്നീ മേഖലയിലുള്ളവർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഇവരുടെ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും മാനസിക സംഘർഷത്തിന് കുറവ് വരുന്നതുമാണ്. ദോഷശാന്തിക്കായി ഈ നക്ഷത്രജാതർ ഈ മാസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു പൂജ നടത്തുകയും വേണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നതും നല്ലതാണ്. മകരം, കുംഭം, മീനം മാസങ്ങളിൽ വിശാഖം നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും. സ്വന്തമായി വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ചെറിയ കാര്യങ്ങളിൽ ഇവർ സങ്കടപ്പെടാതെ മുന്നോട്ട് പോകേണ്ടതാണ്. ഉദ്യോഗത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പരാധീനതകളും ഉണ്ടാകാം. സ്ഥാനചലനവും പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിഭാരം കൂടുകയും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ആരോഗ്യകാര്യത്തിലും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഈ മാസങ്ങൾ അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല. കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഇവരെ ബാധിക്കാവുന്നതുമാണ്. വിശാഖം നക്ഷത്രജാതർ ഈ മാസങ്ങളിൽ ശനിയാഴ്ച ദിവസം ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഭഗവാന് ചുവന്ന മാല ചാർത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.